അവൻ കോടതിയിൽ ഒരു കടലാസ് കൊടുക്കാൻ പോവാ. അവന്റെ ഭാര്യയെ നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കാണിച്ചു. മനസ്സിലായില്ലേ? പൂജയെ ഞങ്ങൾക്ക് വിട്ടുകിട്ടാൻ വേണ്ടി അവൻ ഈ ഹേബിയസ് കോർപ്പസ് ഹർജി അത് കൊടുക്കാൻ പോവാ അവൻ. ഇപ്പൊ മനസ്സിലായോ? അതങ്ങ് കൊടുത്താ പോരെ, അതിനെന്തിനാ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നേ? എന്റെ ചെറുക്കൻ എന്നോട് പറഞ്ഞു അത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ദയ കാണിക്കണമെന്ന്. എന്ത് ദയ? കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് ചോദിക്കണമെന്ന്. അതെന്തിനാ? അത് കൊടുപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന്. മനസ്സിലായില്ല. ചേടാ, ഇത്ര വ്യക്തമായി പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന് വെച്ചാ അവൻ ചോദിക്കുന്ന കാശ് കൊടുത്താ ഈ കേസിൽ നിന്ന് അവൻ ഒഴിഞ്ഞു തരും. ഇപ്പൊ മനസ്സിലായോ? ഒട്ടും മനസ്സിലായില്ല. എന്റെ കൊച്ചുമകൻ ആദിത്യൻ നിയമപരമായി വിവാഹം കഴിച്ചോണ്ട് വന്ന പൂജയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മകൻ ഷാനു എന്തിനാണ് കേസ് കൊടുക്കുന്നതെന്ന് ഇത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാര്യകാരണങ്ങൾ അന്ന് ഇവരിവിടെ വന്ന് പറഞ്ഞതല്ലേ? നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. ചെമ്പകശ്ശേരിയിൽ ആരെങ്കിലും വന്ന അവരോട് സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ട്, കണ്ടോണ്ട് നിന്നാ മതി. എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടല്ല, എന്റെ മരുമോള് കൊച്ചിനോടാ. അവളിവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി അഥവാ അവളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ല. താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടതേ അവളല്ലേ. വിളിക്കവളെ, അവള് പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, ഞാനേ അങ്ങോട്ട് എന്ന് അവളെ കണ്ടോളാം. ഇതെങ്ങോട്ടാ? ഇതെങ്ങോട്ടാ ഈ ഓടിക്കേറി പോകുന്നേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? മുമ്പ് കിട്ടിയത് പോരെ? ഇനി ഒരടി മുന്നോട്ട് വെച്ചാ ജീവിതകാലം മുഴുവൻ ഒടിച്ചു കുത്തിതാ സ്റ്റാച്ചു പോലെ നിൽക്കേണ്ടി വരും. കാണണോ? ഓ പിന്നെ എന്നാ അതൊന്ന് കാണണം. ക്ലാരമ്മേ വേണ്ട. അല്ല അമ്മേ. ക്ലാരമ്മ അകത്ത് പോകാൻ. എന്നെ ആരാ അടിച്ചിട്ടത്? അയ്യോ അയ്യോ അമ്മ. ഈശ്വര, ഇയാളെന്താ ഈ നേരത്ത് ഇവിടെ? ഹലോ മാഡം, എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? ഞാൻ ഇടപെടുന്നു. മറ്റത് മാത്രമല്ല, എല്ലാത്തരം കൊട്ടേഷൻസും ഞാൻ ഏറ്റെടുക്കും. Tell me the truth. What is the problem? അത് ശരി, കൊട്ടേഷൻകാരെ ഇറക്കിയിരിക്കല്ലേ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. തനിക്ക് ആരോടോ കൊട്ടേഷൻ തന്നത്? ഏതാ അലവരാത സ്ത്രീ? അലവരാതി നിന്റെ മറ്റവള്. ചൂലെ, എന്റെ വീട്ടിലെ മറ്റവൾക്ക് പറയുന്നല്ലടി. നിന്നെ ഞാൻ ഇപ്പൊ നിങ്ങളീ കാണിച്ചതിനെ നിങ്ങൾ അനുഭവിക്കും. ഈ കൊട്ടേഷൻകാരനല്ല, ഇതുപോലെ 100 പേരെ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയാലും ഈ ബാത്തിമയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കടപ്പുറ ഇളകിയാൽ എന്തൊക്കെയാ സംഭവിക്കുന്നെന്ന് ഞാൻ പറയണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. കടപ്പുറ ഇളകിയല്ലേ സുഗുണ ഉണ്ടയാ ഉണ്ട. ഞാനതൊക്കെ ഒരുകൂടെ കണ്ടതാ. മത്തി, ചാള, അയല, നൊത്തൂലി, സ്രാവ്, തെരണ്ടി, ചൂര, കേര, നെയ്മീൻ, കൊഞ്ച്, കണവ, ചെമ്മീൻ, ചെമ്പല്ലി, 1000 പൈ എന്നു വേണ്ട തിമിംഗലവും ടൈറ്റാനിക് കപ്പലും വരെ കണ്ടിട്ടുള്ളതാണ് ഈ സുഗുണൻ. അതുകൊണ്ട് കടപ്പുറത്തിന്റെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാമെന്ന് പെണ്ണുമ്പിള്ള കരുതണ്ട. ഇത് ഞങ്ങള് കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്, താൻ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഈ കുടുംബത്തിലൊരു അംഗമാ അല്ലേ ചേച്ചി? സംശോണ്ട് ചേച്ചി എടുത്ത് വെച്ചോക്ക്. ചേച്ചി ഓടല്ലേ? നില്ലേ ചേച്ചി? ചേച്ചി ഓടല്ലേ? പറഞ്ഞോടി ചേച്ചി അങ്ങോട്ട്. ഞാനും ഈ ഫാമിലി ഒരു മെമ്പർ അല്ലേ? കണ്ടാണ്ടോ ചേച്ചി മിണ്ടാക്കുന്നുണ്ടോ? മൗന സമ്മതം. മകൻ ഇന്നും മദ്ദളം കൊട്ടുന്നു. ഇനി ഇവിടെ കിടന്ന് നീ ഷോ കാണിച്ച അടിച്ചതിന്റെ ആപ്പീസ് ഞാൻ പൂട്ടിക്കളയും. This is my house. This is my family. ചെമ്പകശ്ശേരി സുഗുണൻ. അയ്യാ, ഓക്കേ.
ഇറങ്ങി പോടോ ഇവിടുന്ന്. ഇല്ല അമ്മച്ചി, ഇവളെ ആഫീസ് പൂട്ടാതെ ഈ ചെമ്പശ്ശേരി സ്റ്റുഡൻ ഈ തറപെട്ട് വിട്ട് പോകൂല. എന്നാ പൂട്ടടോ. ഈ ഫാത്തിമ ആരാണെന്ന് തനിക്ക് അറിയില്ല. നിന്നെ പോലെ ലോക്കൽ കൊട്ടേഷനൊന്നും അല്ല എനിക്കുള്ളത്. ഡൽഹി, ബോംബെ, മദ്രാസ്, കോയമ്പത്തൂര്, മട്ടാഞ്ചേരി വരെ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന ഞങ്ങളുടെ ഒന്നാം തരം ആമ്പിള്ളേരുണ്ട്. അവന്മാര് വന്ന് ഇറങ്ങിയാ പിന്നെ ഒറ്റ ഒരെണ്ണത്തിന്റെ പൊടി പോലും കാണത്തില്ല. കാണിച്ചു തരാൻ ഞാൻ. പിന്നെ നീ ഒന്ന് കാണിച്ചു താടി താടകൻ. എടീ, നിന്നെ ഞാൻ അപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പറപ്പിക്കും. നിനക്കറിയില്ലേ സ്റ്റുഡൻ ആരാണെന്ന്? നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ നീ എന്നോട് ചോദിക്ക് നീ ആരാണ്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം നീ ആരാണ്, ഞാൻ ആരാണ്, നമ്മൾ ആരാണെന്ന്. തല്ലാൻ ആളെ വിളിക്കുമ്പോ മിനിമം 2 കാലിൽ നിൽക്കാൻ ആരോഗ്യമുള്ളവന്മാരെ വിളിക്കണം. കൊട്ടേഷൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കടപ്പുറത്തെ ആൺകുട്ടികളുടെ തുഴ പിടിച്ച കൈയുടെ തഴമ്പ് എന്താണെന്ന് ചെമ്പകശ്ശേരിക്കാര് കാണാൻ പോന്നേ ഉള്ളൂ. എന്റെ ഷാനുമോനൊന്ന് വന്നോട്ടെ. വരും, ഞാനൊരു പടയും നയിച്ചുകൊണ്ട്. ചെവി നുള്ളിക്കപ്പെമ്പറുന്നവരെ നിങ്ങള്. എടി എടി, ഇതും കൂടി വാങ്ങിച്ചോണ്ട് പൊടി. അയ്യോ, എടാ നിന്ന് ഞാൻ. പറഞ്ഞേക്കെന്റെ മരുമോളോട് അവളുടെ അമ്മായിയമ്മ വന്നിട്ട് പോയെന്ന്. എന്റെ ദൈവമേ. അടുത്ത തവണ ഞാൻ വരുമ്പോ എന്റെ കൂടെ വരാൻ ഒരുങ്ങിയിരുന്നോളെ. എണീക്കടാ. എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ഞാൻ ആരാ? നിങ്ങളൊക്കെ ആരാ? ആ, പിടികിട്ടി പിടികിട്ടി. ഇപ്പൊ അല്ലേ ഓർമ്മ വന്നത്. ചേച്ചി നില്ല, ചേച്ചി ഓടല്ലേ ചേച്ചി, അവിടെ നില്ലേ. പുത്തൂരം വീട്ടിലെ ഉണ്ണിയർച്ചയല്ലേ മോളെ നീ? പുത്തൂരം വീട്ടിൽ ആരോമൽ ചെയ്യവർ നിൽക്കുന്നു. ചതി ചന്തു ഉണ്ടല്ലോ, നിൽക്കുന്ന അരിങ്ങോടം, എല്ലാരും ഉണ്ടല്ലോ. സുഗുണൻ എന്തെല്ലാം വീരകഥകളാണ് മക്കളെ കോലത്തൻ നാട്ടിൽ പാണനിപ്പൊ പാടി നടക്കുന്നത്. പോട്ടെ മാഡംസ്, വീണ്ടും കാണാം. ചെമ്പകശ്ശേരി സുഗുണൻ വിടവാങ്ങുകയാണ്. അനുഗ്രഹിച്ചാലും മുത്തച്ഛി, ആശീർവദിച്ചാലും